നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പദവി ആഗ്രഹിച്ചല്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രകടന പത്രികയിൽ പറയുന്നത് എല്ലാം യാഥാർത്ഥ്യമാക്കും. വിവിധ പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലെത്തിയ പ്രവർത്തകർക്ക് രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. നിയമമണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള മാർഗരേഖ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇതാണ് മാറ്റം, ഇതാണ് വികസിത നിയമം എന്ന പേരിൽ പുറത്തിറക്കിയ പത്രികയിൽ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് തന്റെ ലക്ഷ്യം. സ്ഥാനവും പദവിയും മോഹിച്ചല്ല മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ച പരമ്പരാഗത രീതികൾക്ക് അറുതി വരുത്തി വികസനം സാധ്യമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മത്സരിക്കുന്നത് ഒരു MLA ആവാനോ ഒരു പദവിക്കല്ല. ഞാൻ ഇതിനു മുമ്പ് 3 തവണ MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഞാൻ മത്സരിക്കുന്നത് മാറ്റം കൊണ്ടുവരാനും ഇവിടെ നമ്മൾ കണ്ട് സഹിച്ച് രാഷ്ട്രീയത്തിലൊരു മാറ്റം കൊണ്ടുവരാനും ഒരു MLA-ൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായി പ്രവർത്തിച്ച് കാണിച്ചു തരാനാണ് ഞാൻ മത്സരിക്കുന്നത്. ചടങ്ങിൽ CPI ബന്ധം ഉപേക്ഷിച്ച് ബി.ജെ.പിയിലെത്തിയവരെ രാജീവ് ചന്ദ്രശേഖർ ഷാളണിയിച്ച് സ്വീകരിച്ചു. CPI തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ കൗൺസിലറുമായിരുന്ന GS ബിന്ദു, CPI മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഷിബു സേതുനാഥ്, CPI മുൻ ബ്രാഞ്ച് സെക്രട്ടറി പ്രസന്നകുമാർ, CPI ബ്രാഞ്ച് മെമ്പർ വിഷ്ണുനാഥ്, ബ്രാഞ്ച് മെമ്പർ സലജ എന്നിവരെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാളണിയിച്ച് സ്വീകരിച്ചു. കേരള കോൺഗ്രസ് മുൻ MLA മാത്യു സ്റ്റീഫൻ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുസ്ഥാനി അവാം മോർച്ച NDAയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് താൻ NDAയുടെ ഭാഗമായതെന്ന് മാത്യു സ്റ്റീഫൻ പ്രതികരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. രാജ്യത്തിൻ്റെ വികസനം അതൊരു മേഖലയിൽ മാത്രം നിൽക്കരുത്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ആ വികസനം എത്തിക്കാനുള്ള കർമ്മനിരതമായ പ്രവർത്തനവും അതിനുള്ള ചങ്കുറപ്പും അതിനുള്ള ആർജവത്വവും കാണുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജനം, തിരുവനന്തപുരം.